Hi friends, നമുക്ക് വേറൊരു വീഡിയോയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ഞാനിപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന വലിയൊരു ഫാക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിൽക്കണമെങ്കിൽ, സക്സസ്ഫുൾ ആണെങ്കിൽ, ആ സക്സസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫണ്ട് അനാലിസിസ്, ക്രിട്ടിക്കൽ ഫണ്ട് പാരാമീറ്റേഴ്സ് പഠിച്ചേ മതിയാകും. ഈ വീഡിയോ കാണുന്ന നല്ല ശതമാനം ആൾക്കാരും കോവിഡ് സമയത്ത് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഈ വലിയൊരു വോളറ്റിലിറ്റി മിക്കവർക്കും പരിചയമില്ല. മാർക്കറ്റ് 65 to 70% നോർമൽ കേസ് മാർക്കറ്റ് റേഞ്ച് ബൗണ്ടാണ്. ബാക്കിയുള്ള 30% മാർക്കറ്റ് ഹ്യൂജ്ലി വോളറ്റൈൽ ആകത്തുള്ളൂ ശരിക്കും. കോവിഡിൻ്റെ സമയത്ത് 1-2 കൊല്ലം നമ്മൾ ഏത് സ്റ്റോക്ക് മേടിച്ചാലും ഒരു വലിയൊരു ബൂമിലേക്ക് പോകുന്ന ടൈമായിരുന്നു. ഫണ്ടൊന്നും നോക്കേണ്ട കാര്യം അന്നില്ലായിരുന്നു. ഒരുമാതിരി മേടിച്ച എല്ലാ സ്റ്റോക്കിലും ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ ഒരു കാലം കഴിഞ്ഞു ശരിക്കും. വൺസ് ഇൻ എ ബ്ലൂ മൂണാണ് ആ ഒരു സങ്കല്പം ശരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ മേ ബി ഒരു 10-15 ഇയേഴ്സ് കഴിഞ്ഞേ സാധിക്കത്തുള്ളൂ. നോർമൽ കേസിൽ നമ്മൾ റേഞ്ച് മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുന്നത് ശരിക്കും. അപ്പോൾ നാച്ചുറലി കുറേ ബെയറിഷ് ട്രെൻഡ് കാണാൻ സാധിക്കും, കുറച്ചൊക്കെ ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഒന്ന്, ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. അതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനേ അല്ല. ഇന്ന് പറയാൻ പോകുന്നത് ഫണ്ട എഫക്റ്റ് ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷനാണ്. പോയിന്റ് നമ്പർ 2, ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങളോട് 2 ക്രിട്ടിക്കലായിട്ടുള്ള ഇൻപുട്സ് നിങ്ങൾ ഇനി സ്റ്റോക്ക് സെലക്ഷനിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ ഒരു പരിധിവരേക്ക് നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ പെട്ടുപോകാന്നുള്ള സങ്കല്പത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും. വീണ്ടും ഒന്ന് പറയുന്നു, ഇന്ന് ഈ വീഡിയോ പറയുന്ന സ്റ്റോക്ക് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ഇന്ന് മാർക്കറ്റിൽ എന്ത് നടന്നു അതിനെ നമ്മൾ ഫണ്ടേ വെച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഫണ്ടാ പാരാമീറ്റേഴ്സ് കൊണ്ടാണ് ഇത് നടന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ മാത്രമാണ് ശരിക്കും. നിങ്ങൾ ഈ വീഡിയോയെ ലേണിംഗ് ഇൻപുട്ടായിട്ട് മാത്രമേ സ്വീകരിക്കാവുള്ളൂ. ഈ ലേണിംഗ് ഇൻപുട്ട് നിങ്ങളെ കുറേ കൂടെ നിങ്ങളുടെ പഠനത്തിനെ സഹായിക്കുവാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു ബെസ്റ്റ് ട്രേഡറായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ആൾ. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് കണ്ടാണല്ലോ അല്ലേ, അദാനിയുടെ സ്റ്റോക്കുകളൊക്കെ വലിയൊരു ഫ്ലക്ച്വേഷനിൽ പോകുന്നത് ശരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം 20% താഴത്തേക്ക് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി. അതിൻ്റെ ഫണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ശരിക്കും. ഡിക്സൻ്റെ ഫണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഡിക്സൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ബേസ്ഡ് ഓൺ എസ്റ്റർഡേ സംതിങ് അറൗണ്ട് 17,000 കോടി ആവറേജ് ഉണ്ടായിരുന്നു. സംതിങ് ലൈക്ക് ഒരു മിഡ് ക്യാപ്പ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും ബേസിക്കലി. ആൻഡ് ഡിക്സൺ ഇന്ന് ഏകദേശം 90 to 20% കറക്ഷൻ വന്ന സ്റ്റോക്കിൽ 2722 സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തത്, 20% കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് സ്റ്റോക്ക് ഇത്രയും ഹ്യൂജ്ലി ഹിറ്റാനുള്ള 2-3 കാരണങ്ങൾ. നിങ്ങൾ ആദ്യം നോക്കണം വാല്യുവേഷൻ. ഡിക്സൻ്റെ വാല്യുവേഷൻ സംതിങ് അറൗണ്ട് 70 ആണ് എഗൻസ്റ്റ് ഇൻഡസ്ട്രി വാല്യുവേഷൻ ഓഫ് അറൗണ്ട് 32-33. വാല്യുവേഷൻ എന്ത് മാത്രം സ്ട്രെച്ചഡ് ആണെന്ന് ആലോചിച്ച് നോക്കുക. സംതിങ് അറൗണ്ട് 2 times മേളിൽ വാല്യുവേഷനാണ് ഓൾറെഡി കറക്ഷന് മുമ്പ്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഹ്യൂജ്ലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ എടുക്കുമ്പോഴേ നിങ്ങൾ ബെസ്റ്റ് അനാലിസിസ് നടത്തിയേ എടുക്കാവുള്ളൂ ശരിക്കും, അല്ലെങ്കിൽ പെട്ടുപോകും. രണ്ടാമത്തെ പോയിൻറ്റ്, അപ്പോൾ വാല്യുവേഷൻ ബട്ടൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞ PE ബേസ്ഡ് ആയിട്ട് വാല്യുവേഷനാണ്, സിമ്പിൾ പാരാമീറ്റർ വെച്ചുള്ള വാല്യുവേഷൻ. ഇനി വാല്യുവേഷൻ ബേസ്ഡ് ഓൺ എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ സംതിങ് അറൗണ്ട് 34, സംതിങ് അറൗണ്ട് 3 times ആണ് എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ എന്നുള്ള വാല്യുവേഷൻ കൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് 34 ഒക്കെ വരുന്നത്? എബിറ്റ വീക്കാകുമ്പോഴാണ് എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ എന്നുള്ള വാല്യുവേഷൻ കൂടി നിൽക്കുന്നത് ശരിക്കും. മൂന്നാമത്തെ പോയിൻറ്റ്, സാധാരണ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏണിങ്സ് ഗൈഡൻസിലേക്ക് നമ്മൾ പോകണം ശരിക്കും. ഏണിങ്സ് ഗൈഡൻസ്, കമ്പനി ഏണിങ്സ് ഗൈഡൻസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻപുട്സ് നമുക്ക് ഷെയർ ചെയ്യാം. 2 ഇൻപുട്ട് ഞാൻ നിങ്ങളോട് പറയാം. റവന്യൂ ഗൈഡൻസ് lowered from 12.5K from earlier 14 to 15K. റവന്യൂ ഗൈഡൻസ് ലോവർ ചെയ്തു ശരിക്കും. രണ്ടാമത്തെ ഇൻപുട്ട് മാർജിൻ ഗൈഡൻസ് 4% to 4.2%. കറണ്ട് മാർജിൻ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 4 to 5% റേഞ്ചിലാണ്. ആ റേഞ്ചിനെ ഒന്നുകൂടെ താന്നു 4 to 4.2%. എന്താ സംഭവിച്ചാൽ സ്റ്റോക്ക് ഈസ് ഹ്യൂജ്ലി ഓവർ വാല്യൂഡ് ആയിരുന്നു ബേസ്ഡ് ഓൺ PE അനാലിസിസ്, ബേസ്ഡ് ഓൺ എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ. ഗൈഡൻസ് താന്നു, മാർജിൻസ് താന്നു. ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്താണ് ക്വാർട്ടർ റിസൾട്ട് സംഭവിച്ചത്?
അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇയർ ഓൺ ഇയർ ഇറ്റ് വാസ് കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് ഓർ സ്ലൈറ്റ്ലി ബെറ്റർ, ബട്ട് സ്വീക്വൻഷ്യൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 145 കോടിയിൽ നിന്നും 111 കോടിയായിട്ട് ഡൗൺ ആയിപ്പോയി. സംതിങ് അറൗണ്ട് 34 crores ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് താന്നു പോയത്. ബിക്കോസ് സെയിൽസ് വാസ് കഴിഞ്ഞ ക്വാർട്ടറിൽ സെപ്റ്റംബർ 2022 ദാറ്റ് മീൻസ് Q2 റിസൾട്ട് വന്ന സമയത്ത് സെയിൽസ് വാസ് 3867 CR ആയിരുന്നു. അത് 2405 CRലേക്ക് ഹ്യൂജ്ലി 1400 കോടിയാണ് സെയിൽസ് താഴെ പോയത്. ശരിക്കും നാച്ചുറലി എക്സ്പെൻസും താഴെ പോവും, പക്ഷേ അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 155 കോടിയിൽ നിന്നും 111 കോടിയായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡൗൺ ആയിപ്പോയി. ശരിക്കും അത് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് 13 രൂപ 2 പൈസ എന്നുള്ള ഏണിങ്സ് പെർ ഷെയർ ഇറ്റ് ബിക്കേം 8 rupees 72 paise. സോ എന്തെല്ലാം പോയിന്റിൽ സ്റ്റോക്കിൻ്റെ എന്താ പറയണ്ടേ ആ ക്വാളിറ്റി പാരാമീറ്റർ ശരിക്കും താഴെ പോയി എന്നുള്ള നിങ്ങളത് മനസ്സിലാക്കും ശരിക്കും. സോ നാച്ചുറലി ഇതൊക്കെ സ്റ്റോക്കിൽ പ്രഷർ കൂട്ടും. നാച്ചുറലി ഡിമാൻഡല്ല, പ്രഷറാണ് കൂട്ടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക് പാരാമീറ്റേഴ്സാണ്. നിങ്ങൾ ഈ പാരാമീറ്റേഴ്സ് കുറേ കൂടെ നിങ്ങൾ ഡീപ്പായിട്ട് വർക്ക് ചെയ്യാം. ലാസ്റ്റ് 9 months പെർഫോമൻസ് എടുക്കാം, ക്യാഷ് ഫ്ലോ പെർഫോമൻസ് എടുക്കാൻ പറ്റും, ബാക്കിയുള്ള ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് റേഷ്യോ എന്താ പറയണ്ടത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യണം. ശരിക്കും ഇങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ റിയലായിട്ട് സ്റ്റോക്കിൻ്റെ എന്താ പറയണ്ടത് ബേസിക് ഫണ്ട അനാലിസിസ് നടത്തിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ ജസ്റ്റ് ക്രിട്ടിക്കലായിട്ടുള്ള 3-4 പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള വേറെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യണം ഇതിൻ്റെ പുറത്ത് ഒരു 4 ദിവസം ക്ലാസ് എടുത്ത് തരാനായിട്ട്. നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് തന്നെ പോകണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവർ ഈ അനാലിസിസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ അവർക്ക് ഈ അനാലിസിസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ട് ശരിക്കും. അപ്പോൾ അവർക്ക് ഈ അനാലിസിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഇതിനപ്പുറമുള്ള ഇൻസൈറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർക്ക് തീർച്ചയായും സാധിക്കും ശരിക്കും. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിൽ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തരാനായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ടൈം സ്പെൻഡ് ചെയ്ത് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ടൈം സ്പെൻഡിങ് അല്ല, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തുവാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിൽ ഫണ്ട അനാലിസിസ് നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ 50% എങ്കിലും നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് പാർട്ടിൽ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കുറേ സ്റ്റോക്കുകൾ നിങ്ങൾ ചെയ്ത് ഫണ്ട അനാലിസിസ് നിങ്ങൾ തറവാക്കുക ശരിക്കും. മേ ബി ആദ്യം ഇത് ചെയ്യാനായിട്ട് മേ ബി ഒരു 10-15 minutes എടുത്തേക്കും. പക്ഷേ നിങ്ങൾ ഓവർ എ പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 5 minutes കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ശരിക്കും. സോ ഇതാണ് സക്സസ്സിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കോംപ്രമൈസ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം മാർക്കറ്റ് കോംപ്രമൈസ് ചെയ്തോളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, തനിയെ മാർക്കറ്റ് കോംപ്രമൈസ് ചെയ്തോളൂ. സോ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഫണ്ട് പഠിക്കണം, ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് പഠിക്കണം, അത് അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പെട്ടുപോയി എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇനിയത്തെ കാലത്ത് ഇനി നിങ്ങളുടെ ഒരു പിക്കിലും നിങ്ങൾ ആ പെട്ടുപോകാതിരിക്കാനായിട്ടുള്ള നിങ്ങൾ ഓൾറെഡി എന്താ പറയേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുത്തിരിക്കണം ശരിക്കും. ദാറ്റ്സ് മൈ റിക്വസ്റ്റ് ടു യു. നിങ്ങളോട് ഷെയർ ആണെന്ന് പറഞ്ഞ 2 ഇൻപുട്ട് നമ്പർ 1, കഴിവതും നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുന്ന അണ്ടർ വാല്യൂ സ്റ്റോക്ക് വേണം നിങ്ങൾ ഫസ്റ്റ് പ്രിയോറിറ്റി ലിസ്റ്റിൽ എടുക്കാനായിട്ട്. ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കണം, പക്ഷേ അണ്ടർ വാല്യൂഡ് ആയിരിക്കണം. അണ്ടർ വാല്യൂഡ് എഗൻസ്റ്റ് ദി ഇൻഡസ്ട്രി പി. കാര്യം അങ്ങനത്തെ സ്റ്റോക്കുകൾ പെർഫോമൻസിൻ്റെ ബേസിൽ EPS കൂടുന്തോറുമാണ് അണ്ടർ വാല്യൂഷൻ വരുന്നത്. ഏതെങ്കിലും ഒരു ലെവൽ വെച്ച് ഇത് ഹ്യൂജ് സ്പെർട്ടിലേക്ക് മാറും ശരിക്കും. അതിനുള്ള സമയം കൂടെ കൊടുക്കണേ. പോയിന്റ് നമ്പർ 2, കഴിവതും സ്റ്റോക്ക് PE 34-ൽ താഴെയുള്ള സ്റ്റോക്കുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഇൻഡസ്ട്രി PE 90 സ്റ്റോക്ക് PE 60 ആണെങ്കിൽ അത് നമ്മുടെ ക്രൈറ്റീരിയ വരുന്നില്ല. നമ്മുടെ ക്രൈറ്റീരിയ വരേണ്ടത് സ്റ്റോക്ക് PE ഷുഡ് ബി ലെസ് ദാൻ 34. അത് ഇൻഡസ്ട്രി PE താഴെ. ഇപ്പോൾ സ്റ്റോക്ക് PE 20 ഇൻഡസ്ട്രി PE 25 ഫൈൻ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പ്ലോർ. സോ കഴിവതും സ്റ്റോക്ക് PE 34-ൽ താഴെയുള്ള കമ്പനികൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ശരിക്കും. അങ്ങനെ കമ്പനി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, സ്റ്റഡി ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇത് 2 ഇൻപുട്സാണ് എനിക്ക് തരാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ നിർത്തുന്നതിന് മുമ്പ് പറയുന്നു, ഈ ഒരു വീഡിയോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഇതൊരു ലേണിംഗ് വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ശരിക്കും. ഇങ്ങനെ കുറേ ലേണിംഗ് വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡറായിട്ട് നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ലേണിംഗ് നിങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.